بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്ത് ശുആറ 23 മുതൽ 28 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. ഖാല ഈ ഭാഗങ്ങളിലൊക്കെയും ആവർത്തിച്ചു വരുന്ന, ഒരുപക്ഷെ ഇനിയും ധാരാളമായി ആവർത്തിക്കുന്ന ഒരു പദമാണല്ലോ ഖാല എന്നത്. ഖാഫിനെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നാണ്. അഖ്സൽ ലിസാൻ എന്ന മഖ്റജിൽ നിന്ന്, നാവിൻ്റെ അങ്ങേയറ്റം എന്ന മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരം ഖാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവ രണ്ടിനും തന്നെ തഫ്ഖീം ചെയ്ത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമായ ഖാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഖാഫിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു. ഈ രണ്ടിനും തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ച് ഉച്ചരിക്കണം. ഖാല. എന്നാൽ ലാമ് തർക്കീഖിൻ്റേതാണ്. ഖാല ഫിർഔനു. ഇതിൽ റായിന് തർക്കീഖ് കൊടുക്കണം, നേർപ്പിച്ചുകൊണ്ട് റായിനെ ഉച്ചരിക്കണം. അതിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും ഉണ്ട് എന്നതുകൊണ്ട്. ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ. വമാ റബ്ബു, റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട സന്ദർഭമാണ് ഫത്ഹായതുകൊണ്ട്. വമാ റബ്ബുൽ ആലമീൻ. അൽ ആലമീൻ, അത് ആലമീൻ എന്ന് വായിപ്പരുത്, അൽ ആലമീൻ. വീണ്ടും ആവർത്തിക്കുന്നു. ഖാല തഫ്ഖീം ചെയ്യുക ഖാഫിനെയും അലിഫിനെയും. റബ്ബുസ് സമാവാതി. റബ്ബു, റായിനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് പറയുക. അസ്സമാവാതി, സമാവാതി എന്ന് പറയേണ്ട, അസ്സമാവാതി. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. വൽ അർദി, റായിന് തഫ്ഖീം കൊടുക്കണം, ദ്വാദിന് തഫ്ഖീം കൊടുക്കേണ്ട സന്ദർഭമാണ്. കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമേ വരികയുള്ളൂ. റബ്ബുസ് സമാവാതി വൽ അർദി. വൽ അർദി, ദ്വാദിൻ്റെ മഖ്റജാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാവിൻ്റെ സൈഡ് നീളത്തിലാണ് ദ്വാദിൻ്റെ മഖ്റജ്. വമാ ബൈനഹുമാ. വമാ ബൈനഹുമാ അല്ല, വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഇൻ കുൻതും മൂഖിനീൻ. പലപ്പോഴും പലരും തെറ്റിക്കുന്നൊരു പദമാണ് ഇൻ കുൻ. ഈ രണ്ട് പദങ്ങളിലും സാക്കിനത്താ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കണം. ശേഷം താവും കാഫും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇൻ ഇൻ, ആ മണിക്കലിൽ തർക്കീഖാണ്. ഇൻ കുൻ കുൻ എന്നേ പറയുള്ളൂ. കുൻ കുൻ എന്നിങ്ങനെ ചുണ്ട് കൂർപ്പിച്ച് വെക്കരുത്. കുന്തുമല്ല, കുൻ. ഇൻ കുൻതും മൂഖിനീൻ. ശേഷം സാക്കിനത്ത മീമും അതിനുശേഷം മീമും, രണ്ട് മീമിനെയും ഒറ്റ മീമാക്കി ഷദ്ദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ഷഫവി നൽകിക്കൊണ്ട് സാക്കിനത്ത മീമിന് ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കണം. മൂഖിനീൻ എന്നതിലെ ഖാഫിന് കസ്റുള്ളതുണ്ട്. കുറഞ്ഞ തഫ്ഖീം നൽകിക്കൊണ്ട് ഖാഫിനെ ഉച്ചരിക്കണം. മൂഖിനീൻ. ഖാല ആവർത്തിക്കുന്നു. ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. തടിപ്പിച്ച സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ലിമൻ ഹൗലഹു എന്നതിലെ ഹൗ ദ്വമീറിൻ്റെ ദീർഘം മദ്ദു സിലത്തിൽ കുബറ എന്നതാണ്. മദ്ദ് മുൻഫസിലിൻ്റെ അതേ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം കൊടുക്കണം. ലിമൻ ഹൗലഹു
ألا تستمعون ألا تستمعون എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഖാല വീണ്ടും തഫ്ഖീം ചെയ്യുക ഖാഫിനെയും അലിഫിനെയും. റബ്ബുക്കും വറബ്ബു ആവർത്തിച്ച് വരുന്നു. റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. റബ്ബുക്കും എന്നതിലെ സാക്കിനത മീമിനെ ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. ശേഷം വാവായതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. റബ്ബുക്കും വറബ്ബു റബ്ബുക്കും വറബ്ബു വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ ആബായിക്കും. ഇതിൽ രണ്ട് ദീർഘമാണ്. ആ എന്ന ദീർഘത്തിന് മദ്ദുൽ ബദൽ എന്നാണ് പറയുക. നമ്മളെ റിവായത്ത് പ്രകാരം അവിടെ പ്രത്യേകിച്ച് ദീർഘം പ്രത്യേകമായി കൊടുക്കുകയില്ല. രണ്ട് ഹറക്കത്തിൻ്റെ അളവിലുള്ള തബീഇയ ദീർഘം മാത്രം. എന്നാൽ ബ എന്നതിലുള്ള ദീർഘമാണെങ്കിൽ അലിഫും ശേഷം ഹംസയും ചേർന്ന് വരുന്നു. മദ്ദു മുത്തസിൽ വാജിബാണ്. വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. മദ്ദ് മുത്തസിൽ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. വീണ്ടും ഖാല തഫ്ഖീം ചെയ്ത് ഖാഫും അലിഫും ഉച്ചരിക്കുക. ഇന്ന നൂൻ മുഷദ്ദദയെ മണിക്കണം, ഷദ്ദുള്ള നൂനിന്. റസൂലക്കും റാഹിന് തഫ്ഖീമാണ്. റസൂലക്കുമുല്ലദീ ഉർസില റസൂലക്കുമുല്ലദീ റസൂലക്കും അല്ലദീ എന്നായിരുന്നു. ഇൽത്തിഖാ സാക്കിനെ പരിഹരിക്കാൻ വേണ്ടി ചേർത്ത് വായനയിൽ മീമിന് ضم വന്നതാണ്. റസൂലക്കുമുല്ലദീ ഉർസില റാഹിന് തടുപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് കൊടുക്കുക. ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഇലൈക്കും എന്നതിൽ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ലമജ്നൂൻ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിക്കുക. ലമജ് ലമജ് മജ്നൂൻ അല്ല മജ് ലമജ്നൂൻ. വീണ്ടും ഖാല തഫ്ഖീം ചെയ്ത് ഖാഫിനെയും അലിഫിനെയും ദീർഘിപ്പിക്കുക. റബ്ബു റാഇന് തഫ്ഖീം പൂർണ്ണമായും. അൽ മശ്രിഖി ഇവിടെ റായിൽ കസ്റായതുകൊണ്ട് തർക്കീഖാണ് നേർപ്പിക്കുക. ഖാഫിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി മഗ്രിബി ഗൈനിന് തഫ്ഖീം കൊടുക്കണം. വൽ മഗ്രിബി വമാ ബൈനഹുമാ മേലെ വന്നിരുന്നു. വമാ ബൈനഹുമാ എന്ന പദം ഇൻ കുൻതും തഅഖിലൂൻ. ഇൻ കുൻതും കുൻതും അല്ല ഇൻ കുൻതും സാക്കിനത നൂനിനെ മറച്ചു മണിക്കണം. സാക്കിനത നൂനിന് ശേഷം കാഫ്, കുൻതും എന്നതിൽ നൂനിന് ശേഷം താ. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. കുൻതും തഅഖിലൂൻ സാക്കിനത മീമും ശേഷം താവുമാണ്. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. കുൻതും തഅഖിലൂൻ ഖാഫിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഖാഫിനെയും ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال فرعون وما رب العالمين. قال رب السماوات والأرض وما بينهما إن كنتم موقنين. قال لمن حوله ألا
تستمعون قال ربكم ورب آبائكم الأولين قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما إن كنتم تعقلون. ഫിറഔന്റെ കൊട്ടാരത്തിൽ വളരെ ചെറിയ കുഞ്ഞായിരുന്ന സന്ദർഭം മുതൽ മുലയൂട്ടുന്ന വളരെ ചെറിയ കൈക്കുഞ്ഞായിരുന്ന ആ സമയം മുതൽ വളർന്ന് വലുതായി കൊട്ടാരത്തിൻ്റെ സംരക്ഷണത്തിൽ വളർന്ന സ്വന്തം കുഞ്ഞായി അവർ വളർത്തിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹുവിൻ്റെ ദൂതനായിക്കൊണ്ട് ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഫിറഔനെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ ചെല്ലുന്ന സന്ദർഭം ചിലതൊക്കെ കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഫിറഔൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിനക്ക് നാം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ നീ ഓർത്തുകൊള്ളണം. അങ്ങനെ ഏകനായ പടച്ച തമ്പുരാനെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഖാലിഖും റാസിഖുമായ സ്രഷ്ടാവായ മഹാനായ അള്ളാഹുവിനെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിച്ചപ്പോൾ ഫിറഔൻ ചോദിക്കുകയാണ്, വമാ റബ്ബുൽ ആലമീൻ, നീ പറയുന്ന ലോകരക്ഷിതാവായ റബ്ബ് എന്താണ്? സൂറത്ത് ത്വാഹയിൽ നമുക്ക് കാണാം, വമർ റബ്ബുകുമാ യാ മൂസ ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഖാല റബ്ബുന അല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുവിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും അവക്ക് ഹിദായത്ത് അഥവാ ജീവിക്കുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എന്ന് പറയുന്നു. വീണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ അതിന് തുല്യമായ ഒരു കാര്യമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മറുപടി നമുക്ക് കാണാം. ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ള എല്ലാത്തിൻ്റെയും റബ്ബാകുന്നു, രക്ഷകനാകുന്നു എന്ന് പറയുകയാണ്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നൽകുന്ന മറുപടി, ആ ഫിറഔന് നൽകുന്ന മറുപടി. ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ. അപ്പോൾ അവൻ ഫിറഔൻ പറയുകയാണ് അവന് ചുറ്റുമുള്ളവരോട്, അവിടെയുള്ള പരിവാരങ്ങളോടും കൊട്ടാരത്തിലെ മറ്റ് പാറാവുകാരോടും എല്ലാവരോടുമായി ചോദിക്കുന്നു, അലാ തസ്തമിഊൻ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലയോ, നിങ്ങൾ ഈ പറയുന്നതൊന്നും കേൾക്കുന്നില്ലയോ എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ ഏകനായ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖാല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. ഏകനായ എൻ്റെ നാഥൻ സർവലോകരക്ഷിതാവായ അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയും റബ്ബാണ്, രക്ഷകനാണവൻ. നേരത്തെ പറഞ്ഞത് പൊതുവായി എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു വചനമാണെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകമായി വീണ്ടും എടുത്തു പറയുകയാണ്,
നിങ്ങളുടെയും നിങ്ങളുടെ കഴിഞ്ഞുപോയ പിതാമഹന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഒക്കെ രക്ഷകനായ രക്ഷിതാവായ അള്ളാഹുവാണ്, ഏകനായ അള്ളാഹു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബുൽ ആലമീൻ ആരാണെന്നല്ലേ ചോദിച്ചത്, അതിന് മറുപടി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഫിറഔൻ, ഏകാധിപതിയായ ഫിറഔനും പറഞ്ഞിരുന്നത് എന്താണ്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്നാണ്. സൂറത്തുൽ ഖസസിൽ നാം കാണുകയുണ്ടായി, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരു ഇലാഹിനെ കുറിച്ച് എനിക്കറിയില്ല. ഫഔഖിദ് ലി യാ ഹമാനു അല ത്തീനി ഫജഅൽ ലി സർഹൻ ലഅല്ലി എന്നൊക്കെ പറഞ്ഞില്ലേ? അബ്ലുഗുൽ അസ്ബാബ് ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ എന്നവിടെ പറയുന്നു. സൂറത്ത് ഗാഫിറിലാണ് ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്. ചുരുക്കി പറയാം, ഹാമാനെ, നീ ഒരു വലിയ സ്തൂപമുണ്ടാക്ക്, ഇവൻ പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ അതിന് മുകളിൽ കയറി ഒന്ന് ആകാശത്തേക്ക് ഏന്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പരിഹാസരൂപേണ ഫിറഔൻ പറഞ്ഞ വാക്ക്. അപ്പോൾ അവിടെ ഒക്കെ പറഞ്ഞത് ഞാനാണ് ഏകനായ രക്ഷിതാവ്, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷകൻ എന്ന നിലക്കാണ്. എന്നാൽ വീണ്ടും ഫിറഔൻ കോപത്തോടുകൂടി പരിഹാസത്തോടുകൂടി പറയുകയാണ്. ഖാല, ഫിറഔൻ പറയുന്നു, ഇന്ന റസൂലക്കും അല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ, ദൂതനാകട്ടെ, അവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ്. ഏകനായ അള്ളാഹുവിനെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച്, സ്രഷ്ടാവിനെക്കുറിച്ച് പല പല തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ആകാശഭൂമികളുടെ രക്ഷിതാവ്, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയും രക്ഷിതാവ് എന്നൊക്കെ അവരെ തെര്യപ്പെടുത്തിയപ്പോൾ നൽകിയ മറുപടിയാണ് ഫിറഔൻ ഇപ്രകാരം, നിങ്ങളുടെ ദൂതനാകട്ടെ ഒരു ഭ്രാന്തനാണ് എന്ന്. ഖാല, അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഉദയാസ്തമയ സ്ഥാനങ്ങളുടെ റബ്ബാണ് ഏകനായ അള്ളാഹു, ലോകരക്ഷിതാവായ റബ്ബ്. വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതിൻ്റെയും, ഷർഖിൻ്റെയും മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബും അവക്കിടയിലുള്ളതിൻ്റെയും റബ്ബുമാണ് അള്ളാഹു, ഏകനായ റബ്ബുൽ ആലമീൻ. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ. ഇതേ മറുപടിയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനോടും പറഞ്ഞിരുന്നത്. സൂറത്തുൽ ബഖറയിൽ നമുക്കത് കാണാവുന്നതാണ്. തിൽക റുസുലുവിൻ്റെ തൊട്ടടുത്ത പേജിൽ നമുക്ക് കാണാം. എന്താ പറയുന്നത്? എൻ്റെ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നവനാണ്, നീ അതൊന്ന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞല്ലോ. ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിത അല്ലദീ കഫർ, അപ്പോൾ ആ വിശ്വാസിയായ രാജാവ് ഉത്തരം മുട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഉദയാസ്തമയ സ്ഥാനങ്ങളുടെയൊക്കെ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും റബ്ബാണ് എന്ന് പറയുകയാണ്. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ. ശേഷമാണ് കോപത്തോടുകൂടി ഫിറഔൻ നൽകുന്ന ചില മറുപടികളും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം.